ISLിലെ വമ്പൻ ടീമുകളിൽ ഒന്നായ മുംബൈ സിറ്റി നിലവിൽ കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മുംബൈയുടെ പ്രധാന വിദേശ താരങ്ങളൊക്കെ ക്ലബ് വിട്ടിരുന്നു. ഗ്രേഗ് സ്റ്റുവാർട്ട് ക്ലബ് വിട്ടതിന് പുറമെ റോസ്റ്റിൻ ഗ്രിഫ്, എൽ കയാത്തി എന്നിവരും ക്ലബിനോട് ബൈ പറഞ്ഞിരുന്നു. അങ്ങനെ താരങ്ങളുടെ അഭാവം ക്ലബിനെ വലയ്ക്കുമ്പോഴാണ് ISL രണ്ടാം ഘട്ടത്തിൽ ജംഷഡ്പൂർ എഫ്സിയുമായി തോൽവി ഏറ്റുവാങ്ങിയത്. 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന ശേഷമാണ് 3 ഗോളുകൾ വഴങ്ങി മുംബൈ പരാജയപ്പെട്ടത്. അങ്ങനെ തിരിച്ചടികൾ ഓരോന്നായി മുംബൈക്ക് മേൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ AIFFന്റെ ഒരു മുട്ടൻ പണി കൂടി. കഴിഞ്ഞ സൂപ്പർ കപ്പ് സെമിയിൽ ഒഡീഷ എഫ്സിയുമായുള്ള മത്സരത്തിനിടയിലുണ്ടായ അച്ചടക്ക ലംഘനത്തിൽ മുംബൈ താരങ്ങളായ റോസ്റ്റിൻ ഗ്രിഫ്, പെരേര ഡയസ്, ഗുർപ്രീത് സിംഗ് എന്നിവർക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. എതിർ ടീം താരങ്ങളുമായും പരിശീലകനുമായും റഫറിമാരുമായി ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന് പുറമെ കാണികളോട് വരെ മോശമായി പെരുമാറിയിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. മുംബൈ താരമായിരുന്ന ഗ്രിഫ്റ്റിന് 5 മത്സരങ്ങളിലെ വിലക്കും പെരേര ഡയസിന് 4 മത്സരങ്ങളിലെ വിലക്കുമാണ് നൽകിയിരിക്കുന്നത്. ഗ്രിഫ്റ്റ് ഇന്ത്യ വിട്ടതുകൊണ്ട് തന്നെ താരത്തിന് നിലവിൽ വിലക്ക് ബാധകമല്ല. എന്നാൽ പെരേര ഡയസിന്റെ 4 മത്സരങ്ങളിലെ വിലക്ക് മുംബൈ സിറ്റിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. 11 മത്സരങ്ങളിൽ നിന്നും 6 ഗോളുകൾ നേടിയ ഡയസ് മുംബൈ സിറ്റിയുടെ പ്രധാന സ്ട്രൈക്കർമാരിൽ ഒരാളാണ്. പ്രധാന താരങ്ങളൊക്കെ ക്ലബ് വിട്ടതിന് പുറമെ ഡയസിന്റെ 4 മത്സരങ്ങളിലെ വിലക്ക് മുംബൈ സിറ്റിയിലെ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുകയാണ്. നിലവിൽ 12 മത്സരങ്ങളിൽ നിന്നും 6 വിജയങ്ങൾ നേടി 22 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണ് മുംബൈ സിറ്റി. എന്തായാലും കാത്തിരുന്ന് കാണാം ഏത് രീതിയിൽ മുംബൈ സിറ്റി ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കുമെന്നത്. അപ്പോൾ ISLന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.